കോളേജിലെത്തി വണ്ടി നിർത്തിയതും ആനി ചാടി ഇറങ്ങി ക്ലാസ്സിലേക്ക് ഓടി. ബെല്ലടിച്ച് ക്ലാസ് തുടങ്ങിയിരുന്നു. ആൽഫിയായിരുന്നു ക്ലാസ്സിൽ. അതുകൊണ്ട് തന്നെ ചെക്കനെ കണ്ണുരുട്ടി നൈസായിട്ട് ക്ലാസ്സിലേക്ക് കയറി. അവൾ ബാക്കിലെ ബെഞ്ചിൽ പോയിരുന്നു. അവിടെ ജെനി ഇരിക്കുന്നുണ്ടായിരുന്നു. എടി, നീ എന്താ ഇത്ര നേരം വൈകിയത്? ജെനി പതിയെ അവളോട് ചോദിച്ചു. ഒന്നും പറയണ്ട, എഴുന്നേക്കാൻ വൈകി. പിന്നെ നിന്റെ ഏട്ടൻ്റെ കൂടെയല്ലേ വന്നത്, അതാ ഇത്രയും വൈകിയത്. ഏ, മനുവേട്ടൻ്റെ കൂടെയോ? ജെനി അത് കേട്ട് സംശയത്തോടെ ചോദിച്ചു. അതെ, ആനി അവളെ നോക്കി പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞതും ആൽഫി സ്റ്റാഫ് റൂമിലേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് മനു കയറി വന്നു. അവനെ കണ്ടതും പെൺകുട്ടികളെല്ലാം അവൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങി. ലൈറ്റ് ഓറഞ്ച് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും, മുടിയെല്ലാം ജെല്ല് ചെയ്ത് താടി മീശ സെറ്റ് ചെയ്ത് കയ്യിൽ വാച്ചും കെട്ടി മുഖത്ത് ഗൗരവം മാത്രം നിറഞ്ഞ് അവനെ കാണാൻ കിഡ് ലുക്ക് തന്നെയാണ്. ഈ കോളേജിലെ സകല പെൺകുട്ടികളുടെയും ആരാധന പുരുഷനാണ് മനു. സകല കോഴികളും ഇങ്ങേരുടെ വായി നോക്കി നിൽക്കുക. ആനി പിറുപിറുത്തുകൊണ്ട് ജെനിയോട് പറഞ്ഞു. ജെനി ഒന്നും മിണ്ടിയില്ല. കാരണം അവൻ്റെ ക്ലാസ്സിൽ മാത്രം അവൾ ഡീസൻ്റ് ആണ്. ഇല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ പഠിപ്പിക്കാനിരുത്തും. ആനി പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാലും പഠിക്കില്ല എന്ന ലെവലാണ്. ക്ലാസ് എടുക്കാൻ തുടങ്ങിയതും എല്ലാവരും സൈലൻ്റ് ആകും. കാരണം അവൻ്റെ ക്ലാസ് അത്രയും പെർഫെക്റ്റ് ആണ്. ഒരാൾക്കും മനസ്സിലാകാതെ ഇരിക്കില്ല. കുറച്ചു നേരം പോർഷൻ എടുത്തിട്ട് അവൻ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ചില കുട്ടികളെല്ലാം ഉത്തരം പറഞ്ഞു. ചിലർ തെറ്റിച്ചതിന് അവൻ ഇമ്പോസിഷനും കൊടുത്തു. അടുത്ത ചോദ്യം വന്നത് ആനിയോടായിരുന്നു. അവൾ എഴുന്നേറ്റ് നിന്ന് അവനെ നോക്കി. അവൻ്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. ആനി ഉത്തരം പറഞ്ഞ് ഇരിക്കാൻ നിന്നതും അവൻ വീണ്ടും വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിന് ഉത്തരം കിട്ടാതെ അവൾ നിന്നു. അതിനവൾക്ക് അവൻ ഇമ്പോസിഷനും കൊടുത്തു. വെട്ടുപോത്ത്. അവൾ പതിയെ പറഞ്ഞിരിക്കാൻ പോയതും മനു അവളുടെ ചെവിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. അത് നിന്റെ അപ്പൻ. അത് പറഞ്ഞ് അവളെ ഒന്ന് നോക്കി അവിടെ നിന്നും പോയി. കോളേജ് ബ്രേക്ക് ടൈമിൽ ആനയും ഗ്യാങ്ങും ഇരിക്കുമ്പോഴാണ് ജെറി അങ്ങോട്ടേക്ക് വരുന്നത്. എടാ ജെറി, സെം ബ്രേക്ക് കഴിഞ്ഞിട്ടല്ലേ ആർട്സ്? അതെ, ഞങ്ങളുടെ നാടകം റിഹേഴ്സൽ ഇന്ന് തുടങ്ങി. ആ, അതിനു മുമ്പേ അല്ലേ കല്യാണം? ആരുടെ കല്യാണം ആനി? അവരുടെ കൂട്ടത്തിൽ തന്നു ചോദിച്ചു. അത് ഞങ്ങളുടെ കുടുംബത്തിലെ. ജെനി വേഗം പറഞ്ഞു. കൂട്ടത്തിൽ ആനിയെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു. അവളതിന് ഇളിച്ചും കാണിച്ചു. മനു കല്യാണം ഉറപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് ആരോടും കല്യാണത്തിനെ കുറിച്ച് കോളേജിൽ പറയരുതെന്ന്. അതുകൊണ്ട് തന്നെ 3 പേരോടും വീട്ടിലുള്ളവർ പ്രത്യേകം പറഞ്ഞിരുന്നു. ബ്രേക്ക് ടൈം കഴിഞ്ഞ് ആനിയും ടീമും ക്ലാസ്സിൽ പോകുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടത് അവളുടെ അടുത്ത് PGയിലെ ഫ്രാങ്കോയും നിൽക്കുന്നത് കണ്ടു. ആനി അങ്ങോട്ട് പോകാൻ നിന്നതും ജെനി അതിനെ തടഞ്ഞു. ആനി അത് കൂട്ടാക്കാതെ അവരുടെ അടുത്തേക്ക് ചെന്നു. ആനിയെ കണ്ടതും ഫ്രാങ്കോയും ഗാങ്ങും ഒന്ന് പരുങ്ങി. കോളേജിൽ അവളുടെ ഇരട്ടപ്പേര് തന്നെ ലേഡി ബ്രൂസ്ലി എന്നാണ്. എല്ലാവർക്കും അവളെ അത്യാവശ്യം പേടിയാണ്. അവൾ കരയുന്ന പെൺകുട്ടിയോട് കാര്യം ചോദിച്ചു. പേര് ചോദിച്ചു. പേര് പറഞ്ഞു കൊടുത്തു. പക്ഷെ ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ കിസ് തരണമെന്ന്. ആനി, ഞങ്ങൾ സീനിയേഴ്സാണ്, റാഗ് ചെയ്യും. അത് ചോദ്യം ചെയ്യാൻ നീ വരണ്ട, ഫ്രാങ്കോ പറഞ്ഞു. ഇവൻ ഇന്ന് കൊണ്ടേ പോകൂ, ജെറി ജെനിയുടെ ചെവിയിൽ പറഞ്ഞു. അങ്ങനെയല്ലടാ, തന്നോളൂ അമ്മയെന്ന് ചോദിക്കുക. ആനി അവൻ്റെ സംസാരം കേട്ടതും കൂടെ നിൽക്കുന്നവൻ്റെ മുഖത്തൊന്ന് പൊട്ടിച്ചു. ഡി, അതിൽ വേറെ ഒരുത്തൻ അവളെ തല്ലാൻ വന്നതും അതിലൂടെ പോകുന്ന ഹോക്കി പ്ലേയേഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് വാങ്ങി അവൾ അടുത്തേക്ക് വന്നതും അവരെല്ലാം ഓടി. അവൾ ഫ്രാങ്കോയുടെ പിറകെ ഓടി. മുടി പോണി കെട്ടി ജീൻസും ടോപ്പും ഇട്ട് ആനി വരാന്തയിലൂടെ ഓടുകയായിരുന്നു. മുന്നിലോടുന്നവൻ അവളെ തിരിഞ്ഞു നോക്കി വേഗത്തിൽ ഓടുകയാണ്. ഓടി അവൻ നേരെ ചെന്ന് വീണ്ടത് ഗ്രൗണ്ടിലായിരുന്നു. അവൻ ഓടാൻ നിന്നതും ചുറ്റും കുട്ടികൾ കൂടി നിന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഹോക്കി സ്റ്റിക്ക് ഉയർന്നു പൊങ്ങി. അവൻ നിലത്തേക്ക് വീണു. വീണ്ടും അവളുടെ കൈ ഉയരുന്നത് കണ്ടതും അവൻ അവളുടെ കാലിൽ പിടിച്ചു. ആനി പ്ലീസ്, ഇനി എന്നെ തല്ലല്ലേ. അങ്ങനെ പറയുന്നത് കേട്ടതും അവൾ കയ്യിലെ ഹോക്കി സ്റ്റിക്ക് മാറ്റി അവൻ്റെ കോളറിൽ പൊക്കി എഴുന്നേൽപ്പിച്ചു. മോനെ ഫ്രാങ്കോ, ഇനി നിന്റെ വേലത്തരം ഈ കോളേജിലെ പെൺപിള്ളേരുടെ അടുത്ത് കാണിച്ചാ നീ 2 കാലിൽ നടക്കില്ല. അറിയാലോ നിനക്കെന്നെ. ഇഷാൻ വി ബെഞ്ചമിൻ വെറുതെ പറയാറില്ലെന്ന്. അവൻ അറിയാമെന്ന് തലയാട്ടിയതും അവൻ്റെ കോളറിലെ പിടുത്തം വിട്ട് മുൻപോട്ട് നടക്കാൻ നിന്നതും കയ്യും കെട്ടി അവളെ നോക്കി അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി. കർത്താവേ, സണ്ണിച്ചായൻ. സണ്ണിയെ കണ്ടതും അവൾ സ്റ്റിക്ക് അവിടെ ഇട്ടിട്ട് പോകാൻ നിന്നതും അവളെയും കൂട്ടി പ്രിൻസിപ്പൽ റൂമിലേക്ക് പോയി. കൂടെ വാലുകളും. ഫ്രാങ്കോയുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് തന്നെ അവനെ സസ്പെൻഡ് ചെയ്തു. അവനെ അടിച്ചതിന് ആനിക്കും കിട്ടി സസ്പെൻഷൻ. ആനിക്കും സസ്പെൻഷൻ കൊടുക്കാൻ പറഞ്ഞത് മനു ആണ്. കോളേജ് കുരിശിങ്കൽക്കാരും മംഗലത്തുകാരും കൂടിയാണ് നടത്തുന്നത്. മനുവാണ് MD. അതുകൊണ്ട് കൂടുതലൊന്നും ആർക്കും പറയാനുണ്ടായിരുന്നില്ല. ഉമ്മറത്ത് ഫോണും പിടിച്ചിരിക്കുകയാണ് രാമൻ. പെണ്ണിൻ്റെ വീട്ടുകാർ വിളിച്ച കാര്യം വീട്ടിലുള്ളവരോട് എങ്ങനെ പറയുമെന്ന ടെൻഷനിലാണ് അയാൾ. കുറച്ചു നേരം അങ്ങനെ ഇരുന്നപ്പോഴാണ് വർഗീസും ത്രേസിയും മക്കളും അങ്ങോട്ട് വന്നത്. കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം സംസാരിക്കാൻ വേണ്ടി. രാമ, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നേ? നിനക്ക് എന്താ പറ്റിയേ? അയാളെ കണ്ടതും ആൻ്റണി സംശയത്തോടെ ചോദിച്ചു. ഞാനും കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. എന്താടാ പറ്റിയത്? ശ്രീനാഥൻ ചോദിച്ചു. ഏട്ടാ, പെണ്ണിൻ്റെ വീട്ടുകാർ വിളിച്ചിരുന്നു.
എന്നിട്ട് അവരെന്തു പറഞ്ഞു? ഈ കല്യാണം നടക്കില്ല, ആ കുട്ടി ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് രാമനാണ് പറഞ്ഞത്. എൻ്റെ ദേവി, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കാൻ ഇനി ഞാൻ എന്താ ചെയ്യുക? അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ഒന്ന് കരയാതിരിക്കും ലക്ഷ്മി. രാമൻ അവരെ സമാധാനിപ്പിച്ചു. നിശ്ചയം കഴിഞ്ഞ് കല്യാണം നടക്കാനിരിക്കുന്ന സമയത്തല്ലയോ ഇത്? ആ കൊച്ചിങ്ങനെ ചെയ്യുമെന്ന് ആരും അറിഞ്ഞില്ലല്ലോ. വർക്കി സങ്കടത്തോടെ പറഞ്ഞു. അതിനാ കൊച്ചിനെ പറഞ്ഞിട്ടെന്താ? അതിൻ്റെ വീട്ടുകാരുടെ നിർബന്ധം കാരണം സമ്മതം പറഞ്ഞതായിരിക്കും. സ്റ്റെല്ല അവളുടെ അഭിപ്രായം പറഞ്ഞു. എന്നതായാലും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും വേഗം മറ്റൊരു കൊച്ചിനെ കണ്ടെത്തി കല്യാണം നടത്താം, ത്രേസ്യ പറഞ്ഞു. ഈ ഒരു കുറച്ച് സമയത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ പറഞ്ഞാൽ എങ്ങനെയാ അത്? ആന്റണി സംശയത്തോട് ചോദിച്ചു. ജാനകി, നിന്റെ ആനിമോളെ എനിക്ക് തന്നേക്കുവോ? ലക്ഷ്മി അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവർ ഞെട്ടിക്കൊണ്ട് ചുറ്റിലും നോക്കി. എന്താ ലക്ഷ്മി നീ പറയുന്നേ? ആനിമോൾക്കാകെ 19 വയസ്സേ ആയിട്ടുള്ളൂ. രാമൻ അവരോട് ഒച്ചയിട്ടു. രാമൻ നിർത്ത്. ലക്ഷ്മി ചോദിച്ചതിന് നീ എന്തിനാ ഒച്ചയിടുന്നേ? അപ്പച്ചൻ എന്താ ഈ പറയുന്നേ? നമ്മുടെ ജനിമോളുടെ പ്രായമല്ലേ ഉള്ളൂ അവക്ക്. ജാനകി, നിനക്ക് സമ്മതമാണോ കൊച്ചുവിനെ കൊണ്ട് ആനിമോളെ കെട്ടിക്കാൻ? വർഗീസ് അവരോട് ചോദിച്ചു. അപ്പച്ചൻ്റെ തീരുമാനം പോലെ, പക്ഷെ ആനിയുടെ സമ്മതം ചോദിക്കണം. അപ്പോൾ ശരി, ആനിമോൾക്ക് സമ്മതമാണെങ്കിൽ ഈ കല്യാണം നടക്കും. ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട. അതും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. രാമനും ലക്ഷ്മിയും ജാനകിയും ആനിയുടെയും മനുവിൻ്റെയും ജാതകം നോക്കാൻ വേണ്ടി ജോൽസിൻ്റെ അടുത്ത് ചെന്നതാണ്. കുറച്ചു കഴിഞ്ഞതും അയാൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. 2 ജാതകം കുറച്ചു നേരം അയാൾ നോക്കി. ഈ ജാതകക്കാർ തമ്മിലാണ് ഒരുമിക്കേണ്ടത്. ഇതവരുടെ പുനർജന്മമാണ്. മറ്റൊരു വിവാഹം ഇരുവർക്കും നടക്കില്ല. തിരുമേനി, ഇതിനു മുന്നേ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി ജാതകം നോക്കിയപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. രാമൻ സംശയത്തോട് ചോദിച്ചു. ആരാ ജാതകം നോക്കിയേ? മോനു വേണ്ടി കല്യാണം ഉറപ്പിച്ച പെണ്ണിൻ്റെ വീട്ടുകാർ. പക്ഷേ അത് മുടങ്ങിപ്പോയി. ആ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അവർ നിങ്ങളോട് കള്ളം പറഞ്ഞതാണ്. ഈ 2 ജാതകങ്ങളല്ലാതെ ഈ ജന്മം മറ്റൊരു ജാതകം ഇവരുടെ 2 പേരുടെയും ജാതകത്തിൽ ചേരില്ല. കഴിഞ്ഞ കാലത്തിൻ്റെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി പുനർജനിച്ചതാണ് ഈ പെൺകുട്ടി, അവളുടെ പാതിയായി ഇവനും. ഇപ്പോൾ ഇവർക്ക് മംഗല്യയോഗമാണ്. എത്രയും പെട്ടെന്ന് വിവാഹം നടത്താം. ശരി തിരുമേനി. അത്രയും പറഞ്ഞവർ ദക്ഷിണ കൊടുത്തിറങ്ങി. അവർ പോകുന്നത് നോക്കി തിരുമേനി ഇരുന്നു. കോളേജ് വിട്ട് വീട്ടിലേക്ക് വരികയാണ് ആനിയും ടീമും. സസ്പെൻഷൻ കിട്ടിയത് അമ്മ അറിഞ്ഞാൽ നല്ലത് കിട്ടുമെന്നുള്ളത് കൊണ്ട് ടെൻഷനിലാണ് ആനി. ജെനിയും ചെറിയും അവളുടെ മൂഡ് മാറ്റാനായി പാട്ടൊക്കെ പാടാൻ തുടങ്ങി. അവരുടെ കൂടെ അവളും കൂടെ കൂടി. പാട്ടും പാടി ചാടിത്തുള്ളി 3 പേരും വീട്ടിലേക്ക് വരികയാണ്. വീടിൻ്റെ ഉമ്മർത്ത് അവരെ നോക്കിയിരിക്കുകയാണ് വർഗീസ്. അയാളെ കണ്ടതും ആനി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അയാളും അവളെ ചേർത്ത് പിടിച്ചു. എന്താണ് വർഗീസ് മാപ്പിളെ മുഖത്തൊരു സങ്കടം? ജെറി അയാളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഡാഡാ, അപ്പാപ്പനെ കയറി പേര് വിളിക്കുന്നോ? അയാൾ അവൻ്റെ കയ്യിലൊന്ന് തള്ളിക്കൊണ്ട് തിരികെ ചോദിച്ചു. എന്നാ ചെയ്യാനാ, അപ്പൻ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അപ്പാപ്പൻ്റെ പേര് വിളിച്ചു. പോടാ തെമ്മാടി. അല്ല, എന്തു പറ്റി? ഇവിടെ ഒരു ഒച്ചയനക്കമൊന്നും കാണാനില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? ആനി സംശയത്തോട് ചോദിച്ചു. എല്ലാവരും മംഗലത്തേക്ക് പോയിരിക്കുക. അതിന് കല്യാണം ഞായറാഴ്ചയല്ലേ? ഇപ്പം തന്നെ എല്ലാവരും എന്തിനാ അങ്ങോട്ട് പോയേക്കുന്നേ? ജെനിയാണ് ചോദിച്ചത്. മക്കളെ, നമ്മുടെ കൊച്ചുവിൻ്റെ കല്യാണം മുടങ്ങി, വല്യപ്പച്ച സങ്കടത്തിൽ പറഞ്ഞു. ഇത് കേട്ടതും ആനി ചിരിച്ചു. അവളുടെ ചിരി കണ്ടതും, എടാ ജെറി, ഇവക്ക് വട്ടായോ? ജെറിയുടെ ചെവിയിൽ അവൾ ചോദിച്ചു. ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ജെറി അവളോട് തിരികെ പറഞ്ഞു. ഷോ, എന്നാലും ആ കൊമ്പൻ്റെ കെട്ട് മുടങ്ങിയെന്ന് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിയിരുന്നു. ഇതിപ്പോൾ കെട്ടിന് മുന്നേ അവൾക്ക് അവനെ വേണ്ടെന്ന് പറഞ്ഞത് എന്തായാലും നന്നായി. പാവം, ആ കൊമ്പനെ സഹിക്കുന്നതിൽ നല്ലത് എവിടെയെങ്കിലും ചാടി പോകുന്നതാ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആനിമോളെ, നീ ഇങ്ങ് വന്നേ, എനിക്കൊരു കാര്യം കുട്ടിയോട് പറയാനുണ്ട്. വല്യപ്പച്ചൻ അവളെ കൂട്ടി അകത്തേക്ക് പോയി. എന്നതാ വർഗീസ് മാപ്പിളെ ഒരു സ്വകാര്യം? ആനി അയാളോട് സംശയത്തോടെ ചോദിച്ചു. മോൾക്ക് ഇഷ്ടമാണോ കൊച്ചുവിനെ? എന്താ? അവൾ ഞെട്ടിക്കൊണ്ട് തിരികെ ചോദിച്ചു. അവനെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന്. അത് എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന്. കൊച്ചുവിൻ്റെ കല്യാണം ഉറപ്പിച്ച അന്ന് നീ കുടിച്ചിട്ട് എൻ്റെ അടുത്ത് കരഞ്ഞത് ഓർമ്മയുണ്ടോ? അവളുടെ ഓർമ്മ മനുവിൻ്റെ നിശ്ചയ ദിവസത്തിലേക്ക് പോയി. നിശ്ചയം കഴിഞ്ഞ് എല്ലാവരും ചെറുതായിട്ടൊന്ന് കൂടി. അതിൻ്റെ കൂടെ ആനിയും അവരുടെ അടുത്ത് നിന്ന് കുടിച്ചു. ജെറിയും ജെനിയും ഉണ്ടായിരുന്നെങ്കിലും അധികം ഓവറായിരുന്നില്ല അവർ. അവൾ കുടിച്ച് നേരെ പോയത് വല്യപ്പച്ചൻ്റെ റൂമിലേക്കാണ്. അവളുടെ വരവ് കണ്ട് കയ്യിലെ ബുക്ക് അവിടെ വെച്ച് ചാരുകസേരയിൽ അവന്ന് നിവർന്നിരുന്നു. എന്നതാ കൊച്ചേ ഈ രാത്രിയിൽ? വർഗീസ് സംശയത്തോട് ചോദിച്ചു. അവൾ ബെഡിൽ കയറി ചമ്രം പടഞ്ഞിരുന്നു. വല്യമ്മച്ചി അവിടെ ഉണ്ടായിരുന്നില്ല. അമ്മച്ചിമാരുടെ കൂടെ മംഗലത്ത് വീട്ടിലായിരുന്നു. എന്നതാ കൊച്ചേ, നീ കുടിച്ചിട്ടുണ്ടോ? അയാൾ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. ആ, ചെറുതായിട്ട്. കൈ ചുരുക്കി അവൾ പറഞ്ഞു. എവിടുന്ന് കിട്ടി നിനക്ക്? വല്യപ്പച്ചൻ വീണ്ടും ചോദിച്ചു. ചേട്ടായിമാരവിടെ കുടിക്കുന്നുണ്ട്, അതിൽ നിന്ന് അടിച്ചതാ. നാക്ക് കൊഴിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു.
എടി കുരുത്തം കേട്ടവളെ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്നാത്തിനാ? നിന്റെ വല്യമ്മച്ച് കണ്ട എൻ്റെ കോട്ട മുടങ്ങും. വല്യപ്പച്ചൻ അവളുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ അയ്യോ, കാർന്നോരെ പിടിവിട്, ദേ ഇങ്ങോട്ട് നോക്കിയേ. അതും പറഞ്ഞ് അവളുടെ കയ്യിൽ ഒളിപ്പിച്ച കുപ്പി പുറത്തേക്കെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. അതും പറഞ്ഞ് അവളുടെ കയ്യിൽ ഒളിപ്പിച്ച കുപ്പി പുറത്തേക്കെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. അയാൾ അവളുടെ കയ്യിലെ കുപ്പി കണ്ട് അത് കയ്യിൽ മേടിച്ചു. നീ വല്യപ്പച്ചൻ്റെ മുത്താണ്. ആണോ? ശരിക്കും? ശരിക്കും. എന്നാ എനിക്കൊരു സങ്കടമുണ്ട്, ഞാൻ പറയട്ടെ. എൻ്റെ മോക്ക് എന്താ സങ്കടം? അയാൾ ആദിയോട് ചോദിച്ചു. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. പക്ഷേ അയാൾക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നോട്. ആരാ മോളേത്? ഇച്ചു. അവളുടെ കണ്ണുകൾ അത് പറഞ്ഞപ്പോൾ തിളങ്ങി. അത് കേട്ടതും അയാളുടെ നെറ്റി ചുളിഞ്ഞു. ഇച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ഇച്ചു അഭിച്ചേട്ടായി. എന്തിഷ്ടമാണെന്നറിയോ? പറയാൻ പേടിയായിരുന്നു. എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ എന്ന്. മോളെ, നീ ഇതെന്തൊക്കെയാണ് പറയുന്നേ? അവൻ്റെ കെട്ടുറപ്പിച്ചിരിക്കല്ലേ? ആ എനിക്കറിയാം. എൻ്റെ ഉള്ളിൽ നീറുക, എനിക്ക് പറ്റുന്നില്ല. അതാ ഞാൻ കുടിച്ചെല്ലാം മറക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ ജെറി. പക്ഷേ കൂടുതൽ മനസ്സിൽ വേരൂന്നുക എൻ്റെ ഇച്ചു. അവൾ ചുണ്ടുകൾ പിളർത്തിക്കൊണ്ട് പറഞ്ഞു. മോളിത് ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല, ആരോടും പറയണ്ട. ഇച്ചുവിന് ഇതാ സന്തോഷമെങ്കിൽ ഇത് നടക്കട്ടെ. എൻ്റെ ഇഷ്ടം ഇച്ചു അറിയണ്ട. പാവം, ചിലപ്പോൾ സങ്കടാവും. അപ്പോൾ എൻ്റെ കുഞ്ഞിന് സങ്കടാകില്ലേ? ആവും, പക്ഷേ എൻ്റെ സങ്കടം ആരും അറിയില്ലല്ലോ. ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ഒരിക്കലും എൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഇച്ചു സങ്കടപ്പെടരുത്. മോളെ, വല്യപ്പച്ചൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എന്തു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണമെന്ന് അയാൾക്കറിയില്ല. ആ ഇരുത്തത്തിൽ അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾ എല്ലാവരോടും കളിച്ചും ചിരിച്ചും സംസാരിച്ചു. കുടിച്ച് വല്യപ്പച്ചനോട് പറഞ്ഞുവെന്നും അവൾക്ക് ഓർമ്മയില്ല. മനുവിനോടുള്ള ഇഷ്ടം അവൾ ഉള്ളിലൊതുക്കി എല്ലാവർക്കും മുൻപിൽ അവനുമായി വഴക്ക് കൂടി. അവളുടെ ഉള്ളിലെ വിഷമം വല്യപ്പച്ചൻ തിരിച്ചറിഞ്ഞിരുന്നു. അയാൾ ഒന്നും മിണ്ടാൻ കഴിയാതെ മൗനമായി കാഴ്ചക്കാരനായി. കർത്താവ് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാകും എന്നയാൾ ഉറച്ചു വിശ്വസിച്ചു.